മലയാളികളുടെ സ്വകാര്യ അഹങ്കാരി മോഹൻലാൽ. ദ കംപ്ലീറ്റ് ആക്ടർ. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ അങ്ങനെ വിളിക്കുന്നത് എന്ന് പുള്ളി വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു. 2 ബാക്ക് ടു ബാക്ക് മെഗാ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ്സ്. എമ്പുരാനും തുടരത്തിന് ശേഷം. ലാലേട്ടൻ്റെ ഏറ്റവും പുതിയ പരസ്യം വിൻസ് മെഗാ ജുവൽസും, അതായത് പ്രകാശ് വർമ്മ നമ്മൾ തുടരത്തിൻ്റെ ജോർജ് സാറായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ടുള്ള പുതിയ പരസ്യം. ആ ഒരു ഒറ്റ പരസ്യം മതി ലാലേട്ടൻ്റെ ക്ലാസ് എന്താണെന്ന് ഈ ലോകത്തിന് മനസ്സിലാക്കാൻ. അതെ, ഒരു ഫിമൈൻ ടച്ച് ഭയങ്കര ഈസി ആയിട്ട് 1 മീറ്റർ പോലും മുന്നോട്ടോ പുറകോട്ടോ പോകാതെ ഭയങ്കര സ്മൂത്തായിട്ട് ബ്ലെൻഡായിട്ട് ആ പരസ്യം ലാലേട്ടൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആണുങ്ങളുടെ ഉള്ളിൽ ഒരു ഫെമൈൻ ടച്ച് ഉണ്ടെന്നും ഫീമെയിൽസിന് ഉള്ളിൽ ഒരു മെയിൽ ടച്ച് ഉണ്ടെന്നും നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ഫീമെയിൽ ടച്ചിനെ ലാലേട്ടൻ്റെ ഫേസിൽ അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജിൽ വളരെ മനോഹരമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. വിൻസ് മെഗാ ജുവൽസിൻ ടാഗ്ലൈൻ ആരും കൊതിച്ചു പോകും. അതെ, അത് കറക്റ്റായിട്ട് കാണിക്കാൻ ലാലേട്ടനെ കൊണ്ട് മാത്രമേ ഈ ലോകത്ത് സാധിക്കൂ എന്ന് ലാലേട്ടൻ വീണ്ടും തെളിയിച്ചിരിക്കുന്നു ആ പരസ്യത്തിന്. ലാലേട്ടൻ ആ പരസ്യത്തിന് വേണ്ടി വന്നിറങ്ങുന്ന ഒരു സീനുണ്ട്. ആ സീൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തോ ഒരു വലിയ സീക്രറ്റ് അല്ലെങ്കിൽ എന്തോ ഒരു മാസ സാധനമാണ് നമ്മൾ കാണാൻ പോകുന്നത്. പുള്ളി ഭയങ്കര കൂളായിട്ട് വരുന്നു, നമ്മൾ ജോർജ് സാറായിട്ട് കാണുന്നു, സംസാരിക്കും. എന്നിട്ട് പെട്ടെന്ന് അങ്ങ് ഇറങ്ങിപ്പോകും. അപ്പം തന്നെ അവരുടെ ജ്വല്ലറി കാണാനില്ല എന്നാണ് നമ്മൾ കേൾക്കുന്ന കമൻട്രി. ജോർജ് സാർ പയ്യെ ലാലേട്ടനെ തപ്പി ചെല്ലുമ്പോഴത്തേക്ക് കാണുന്ന സീനാണ്. അതായത് അത് മേ ബി എൻ്റെ ഈ വേർഡ് അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഈ ഒരു വേർഡ്സ് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അത്രയും മനോഹരമായിട്ടാണ് ലാലേട്ടൻ പ്രസൻറ്റ് ചെയ്തത്. ലാലേട്ടൻ ചില മുദ്രകളൊക്കെ കാണിക്കുന്നുണ്ട്. കയ്യിൽ മോതിരം, കയ്യിൽ വള, അതുപോലെ കഴുത്തിലൊരു മാല. ഇത്രയാണ് ലാലേട്ടൻ്റെ ദേഹത്ത് നമ്മൾ കാണുന്ന ജ്വല്ലറീസ്. ആ സാധനം ഇട്ടിട്ട് ലാലേട്ടൻ്റെ മുഖത്തെ ആ നാണം, അത് കഴിഞ്ഞ് ജോർജ് സാർ അതായത് പ്രകാശ് വർമ്മ വന്നു കഴിയുമ്പോഴത്തേക്ക് ലാലേട്ടൻ തിരിഞ്ഞിട്ട് ഒരു ഭയങ്കര കൂളായിട്ട് തിരിഞ്ഞിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ ഭയങ്കര നിഷ്കളങ്കമായിട്ടുള്ള ചിരിയുമായിട്ടുള്ള പരസ്യം ഉണ്ടാവുക. ഈ പരസ്യം ശരിക്കും ഒരു എക്സാമ്പിളാണ്. കുറേ അധികം ആൾക്കാർക്കുള്ള മറുപടിയാണ്. കാരണം ലാലേട്ടൻ അഭിനയം മറന്നുപോയി അല്ലെങ്കിൽ ലാലേട്ടൻ്റെ മുഖത്ത് അഭിനയം വരുന്നില്ല എന്ന് ക്രിറ്റിസൈസ് ചെയ്ത് ഓരോരുത്തർക്കുള്ള മറുപടിയാണ് ഈ പരസ്യം. ലാലേട്ട, നിങ്ങളെ കൊണ്ട് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും? കാരണം നിങ്ങളാണല്ലോ ദ കംപ്ലീറ്റ് ആക്ടർ. ഒരുപാട് സ്നേഹം ലാലേട്ട. ഇനിയും പലതും നിങ്ങളിൽ നിന്ന് ഞങ്ങൾ കാണാൻ ഉണ്ടെന്ന് നിങ്ങൾ വീണ്ടും പറഞ്ഞു വെക്കും. അതൊക്കെ കാണാനായിട്ട്, കൈയടിക്കാൻ പോലും മറന്നു പോകുന്നത് ഞങ്ങൾ കാണാനായിട്ട് ഞങ്ങളെപ്പോലെ ഓരോരുത്തരും, ഞാൻ അല്ല ഞങ്ങളൊക്കെ കാത്തിരിക്കുന്നു.